ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റമീൻസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിൾ പാസ്ത റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് മക്രോണി പാസ്ത ഉപ്പിൽ വേവിച്ചതാണ്. പിന്നെ ചിക്കൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഓണിയൻ, ചില്ലി, ക്യാരറ്റ്, ഒരു ചെറിയൊരു ടൊമാറ്റോ, പിന്നെ കൊറിയാണ്ടർ. ഇതിന് വേണ്ടിയുള്ള മസാല ഗരം മസാല 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ. നമുക്ക് ചെയ്ത് നോക്കാം. ഗ്യാസ് നോക്കാം. ഓക്കെ, ഇതിലേക്ക് ചൂടായി വന്നതിന് ശേഷം ഒരു പീസ് ബട്ടർ ഇടണം. ഇത് കരിഞ്ഞു പോകാതെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒന്ന് ആഡ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കൊടുക്കാം. ഫസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് ആണ്. നേരത്തെ പറയാൻ വിട്ടുപോയി. പിന്നെ ഉള്ളി കൊടുക്കുന്നത്. ഇതൊന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള മസാല ആണ് ചേർക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഉപ്പാണ് എടുക്കുന്നത്. മിക്സ് ചെയ്യാം. നല്ലോണം ഇളക്കണം. ഇത് നല്ലോണം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളിടുന്ന മുളക് പൊടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഗരം മസാല ഇടാം. നല്ലോണം മിക്സ് ചെയ്യണം. മസാലയുടെ പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ചോപ്പ് ചെയ്ത് വെച്ചത് കേട്ടോ. നമ്മൾ ഇടാൻ പോകുന്ന ചിക്കനാണ്. നല്ല മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി പാസ്ത എടുത്തിട്ട് ഇതിലേക്ക്.
ഞാൻ വേവിച്ച് വെച്ച മക്രോണിയാണ് ഇടാൻ പോണത്. നല്ലോണം മിക്സ് ചെയ്യണം. അടിയിൽ നിന്ന് ഇങ്ങനെ മിക്സ് കൊണ്ടുവരണം. മക്രോണി നല്ലോണം ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ചിക്കന് നേരത്തെ വേവിച്ച മസാല വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. ഞാൻ കൊറിയാൻഡർ ലീവ്സ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് നല്ലോണം വറ്റിയിട്ട് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളെ മക്രോണി പാസ്ത ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ മക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ. നിങ്ങളെല്ലാവരും ഈ ഒരു മക്രോണി പാസ്ത സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.